ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രെയിൻ എനർജി മെത്തേഡ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. സോ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ റിയൽ വർക്ക് മെത്തേഡ് നമുക്ക് ആ മെത്തേഡിനെ പറയാൻ സാധിക്കും. സ്ട്രെയിൻ എനർജി ഓർ റിയൽ വർക്ക്. ഓക്കെ, ഈ ഒരു മെത്തേഡിന് ലിമിറ്റഡ് യൂസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നതിലുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് ലിമിറ്റഡ് യൂസ്. ഓക്കെ, സോ നമുക്ക് ഒരു പുതിയ മെത്തേഡ്, അതായത് വെർച്വൽ വർക്ക് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഒരു പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് വെർച്വൽ വർക്ക് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അതിനുശേഷം പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ബോഡി ഇതുപോലെ ഒന്ന് കൺസിഡർ ചെയ്യുകയാണ്. അതിൽ കുറച്ച് റിയൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന റിയൽ ഫോഴ്സസ് ആണ് P1, P2, P3 എക്സെട്ര Pn എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിയൽ ഫോഴ്സസ് ആണ്. ഓക്കെ, and this body is undergoing some deformation, right? And some other forces are also acting on the structure. Okay, ആ ഒരു അതായത് സം അതർ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഡീഫോർമേഷൻ ആണ് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ബോഡിയിൽ റിയൽ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് വാട്ട് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. വെർച്വൽ മീൻസ് ഇമാജിനറി ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ നമുക്കിവിടെ വരുന്ന ഹൈപ്പോത്തറ്റിക്കൽ ഡീഫോർമേഷനെ we can call this hypothetical deformation as virtual deformation. Okay, so ഈ hypothetical deformation ന്റെ പേരെന്താണ്? It is called virtual deformation. Okay, and the work done by real forces due to virtual displacement is called virtual work. So I am defining the next term, that is virtual work. What is virtual work? It is the work done by real forces. What are the real forces? P1, P2, P3 etc. Pn. Real forces due to virtual displacements. This is called what? വെർച്വൽ വർക്ക്. ഓക്കെ, വെർച്വൽ എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഈ ഒരു വെർച്വൽ എന്ന മീനിങ്ങിൽ അല്ലെങ്കിൽ വെർച്വൽ എന്ന് മീൻ ചെയ്യുമ്പോൾ എഫക്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, ബട്ട് അവിടെ എന്തില്ല, അതിനെ കോസ് ചെയ്യുന്നൊരു ഫാക്റ്റ് അവിടെ ഇല്ല. ഓക്കെ, അതാണ് വെർച്വലിന്റെ മീനിങ്. ഓക്കെ, വെർച്വൽ വർക്കിനെ നമുക്ക് വേറൊരു ഡെഫിനേഷനോടെ പറയാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ റിയൽ ഫോഴ്സസ് ഡ്യൂ ടു ഹൈപ്പോത്തറ്റിക്കൽ ഡിസ്പ്ലേസ്മെന്റ്സ്. വെർച്വൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഡെഫിനിഷൻ പറയാം. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ വർക്ക് ഡൺ ബൈ ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സസ് ഡ്യൂറിങ് റിയൽ ഡിസ്പ്ലേസ്മെന്റ്സ് എന്ന് വേണമെങ്കിലും പറയാം. ഡ്യൂറിങ് റിയൽ ഡിസ്പ്ലേസ്മെന്റ്സ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബെർണോളീസ് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഓക്കെ, സോ ഇതിൽ ബെർണോളീസ് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് പറയാൻ വേണ്ടിയിട്ട് we need to consider a rigid body. ഓക്കെ, ഈ റിജിഡ് ബോഡിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു P സിസ്റ്റം ഓഫ് ഫോഴ്സസ്. P സിസ്റ്റം ഓഫ് ഫോഴ്സസിൽ എന്തൊക്കെ വരും? P1, P2, P3, P4, P5, P6 ഇത്രയും ഫോഴ്സ് ആണ് P സിസ്റ്റം ഓഫ് ഫോഴ്സസിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സബ്ജക്റ്റഡ് ടു M സിസ്റ്റം ഓഫ് മൊമെന്റ്സ്. വാട്ട് ആർ ദ M സിസ്റ്റം ഓഫ് മൊമെന്റ്സ്? M1 ആൻഡ് M2 ആർ ദ M സിസ്റ്റം ഓഫ് മൊമെന്റ്സ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എക്സ് കമ്പോണന്റ് ഓഫ് ഫോഴ്സസും വൈ കമ്പോണന്റ് ഓഫ് ഫോഴ്സസും ഉണ്ട്. എക്സ് കമ്പോണന്റ് ഓഫ് ഫോഴ്സസിനെ Px എന്നും വൈ കമ്പോണന്റ് ഓഫ് ഫോഴ്സസിനെ Py എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ P4നെ മാത്രം ഞാൻ റിസോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. P4x ആൻഡ് P4y. ഓക്കെ, ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇഫ് ദിസ് ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം വി ക്യാൻ സേ ദാറ്റ്
sum of forces in the x direction is 0 and sum of forces in the y direction is 0 and moment is also 0. So moment എന്ന് പറയുമ്പോൾ എന്ത് വരും? Moment acting, right? Sum of moments plus sum of moments caused by x forces plus sum of moments caused by y forces is equal to 0. Okay, so ഇതാണ് sum of moments equal to 0 എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ലോഡ്സ് ആൻഡ് മൊമെന്റ്സ് ആണെന്ന് പറഞ്ഞു. ഇക്വിലിബ്രിയത്തിലായത് കാരണം അതിൻ്റെ എക്സ് കമ്പോണന്റ് സം ഓഫ് എക്സ് കമ്പോണന്റ് ഓഫ് ഫോഴ്സസ് ആൻഡ് സം ഓഫ് വൈ കമ്പോണന്റ് ഓഫ് ഫോഴ്സസ് ആൻഡ് സം ഓഫ് മൊമെന്റ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ നമ്മൾ ഇവിടെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഐ എം ഗിവിംഗ് എ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് O dash. Okay, so I am giving a virtual displacement O dash is given to the rigid body. Okay, and this component of O dash in x direction and y direction are delta x and delta y. That is component of O dash in x and y direction. Okay, ഇതൊരു റിജിഡ് ബോഡിയാണ് അല്ലേ. സോ ഓൾ ഫോഴ്സസ് വിൽ ഹാവ് ഡിസ്പ്ലേസ്മെന്റ്സ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. സോ നമുക്കിവിടെ വെർച്വൽ വർക്ക് ഡൺ എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ദ വെർച്വൽ വർക്ക് ഡൺ ആസ് സം ഓഫ് ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ എക്സ് ഡയറക്ഷൻ plus sum of forces in y direction and corresponding virtual displacements in y direction എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഇവിടെ ഡെൽറ്റ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സിഗ്മ പി എക്സ് വരും. നെക്സ്റ്റ് ഡെൽറ്റ വൈ എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് സിഗ്മ പി വൈ. ഓക്കെ, സോ ഡെൽറ്റ എക്സ് ഇൻറ്റു സിഗ്മ പി എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു സിഗ്മ പി വൈ ഇസ് വാട്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ സാധിക്കും? വൈ സിഗ്മ പി എക്സ് ഈസ് ഈക്വൽ ടു 0, സിഗ്മ പി വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ ഹിയർ സിഗ്മ പി എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ പി വൈ ഈസ് ഈക്വൽ ടു 0. സോ ദ വെർച്വൽ വർക്ക് ഡൺ ഈസ് 0. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് അവർ വെർച്വൽ വർക്ക് ഡൺ ഈസ് വാട്ട്? അവർ വെർച്വൽ വർക്ക് ഡൺ ഈസ് 0 എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൊട്ടേഷൻ ഓഫ് എ റിജിഡ് ബോഡിയാണ്. ഓക്കെ, ആ വെർച്വൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ഡി തീറ്റ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ ആൻഡ് ദ വെർച്വൽ റൊട്ടേഷൻ ഗിവൺ ടു അവർ റിജിഡ് ബോഡി ഈസ് ഡി തീറ്റ. ആൻഡ് നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്യൂ ഈസ് ദ പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ. ഓക്കെ, in the horizontal distance was x. Okay, so in x-axis this is my y-axis, vertical distance is y-axis. So xy plane I am considering a point q and ഈ point q ന് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ദിസ് ഈസ് അവർ ഒറിജിൻ, ദിസ് ഈസ് അവർ x-axis, ദിസ് ഈസ് അവർ y-axis ആൻഡ് നമുക്ക് ഈ ഒരു പോയിന്റിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി തീറ്റ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഡെൽറ്റ എക്സ് ആൻഡ് ദിസ് ഈസ് ഡെൽറ്റ വൈ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചേഞ്ച് ക്യൂ എന്നുള്ള പോയിന്റിന് ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ച്, ഈ ഒരു ഡിസ്റ്റൻസ്, ഇൻക്ലൈൻ ഡിസ്റ്റൻസ് നമുക്ക് ആർ ഡി തീറ്റ എന്ന് എഴുതാം. ഓക്കെ, this is my point q. Next, ഈ എലമെന്റ് റിജിഡ് ബോഡിയിലുള്ള ഒരു എലമെന്റ് സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു വെർച്വൽ റൊട്ടേഷൻ ആണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഡെൽറ്റ എക്സിന് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ സാധിക്കും? ഡെൽറ്റ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ആർ ഡി തീറ്റ. ആർ ഡി തീറ്റയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ. സോ ആർ ഡി തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ,
Next, this is angle theta, right? This is angle theta. So delta y can be written as r d theta cos theta. Okay, so r d theta sin theta, r d theta sin theta നമുക്ക് എങ്ങനെ എഴുതാം? r sin theta, r sin theta എന്ന് പറയുമ്പോൾ എന്ത് വരും? r sin theta, r sin theta is nothing but y, so we can write it as y d theta, and r cos theta can be written as x, r cos theta is x, so it can be written as x d theta. Okay, so നമുക്കിനി virtual work done കണ്ടുപിടിക്കാം. Virtual work done by our real forces. Okay, virtual work done by the forces are real, so the real forces and the displacement are virtual, so due to virtual displacements, can be written as moment കൊണ്ടുണ്ടാകുന്ന virtual displacement can be written as sigma m d theta, and forces in the x direction can cause sigma px into delta x, and forces in the y direction can cause sigma py into delta y. Okay, and we can replace this delta x and delta y, sigma m d theta plus sigma px into, instead of delta x we can put y d theta, and sigma py into, instead of delta y we can write x d theta. So d theta can be taken as common, and our equation will become sigma m plus sigma px into y plus sigma py into x. Okay, so നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടതാണ് അല്ലേ? ഈ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഇറ്റ് വാസ് 0. സോ ദ വെർച്വൽ വർക്ക് ഡൺ വാസ് 0. ഓൾറെഡി ഈ എക്സ്പ്രഷൻ നമ്മൾ 0 എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ദ വെർച്വൽ വർക്ക് ഈസ് വാട്ട്? ദ വെർച്വൽ വർക്ക് ഈസ് 0. Okay, so we can say that if a rigid body is in equilibrium under a system of forces or moments, the virtual work done by this system of forces during virtual displacement is what? 0 എന്ന് പറയാൻ സാധിക്കും. This can be ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ജോഹാൻ ബെർണോളി എന്നൊരു സയന്റിസ്റ്റ് ആണ്. 1717 അതുകൊണ്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, next we are going to explain principle of virtual work for deformable bodies. Okay, so നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിഫോമബിൾ ബോഡീസ് ആണ്. ഓക്കെ, സോ ഞാൻ ഒരു ഇലാസ്റ്റിക് ബോഡി കൺസിഡർ ചെയ്യാണ്. ഐ ആം കൺസിഡറിങ് ആൻ ഇലാസ്റ്റിക് ബോഡി. Okay, and it is as shown in figure, and it is subjected to a system of forces. You can see the system of forces. Okay, system of forces ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ P1, P2, P3 ഈ സിസ്റ്റം ഓഫ് ഫോഴ്സ് ആണ് നമ്മൾ ഇലാസ്റ്റിക് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ഈ ഫോഴ്സസ് എന്ത് കോസ് ചെയ്യും? ഇറ്റ് കോസസ് വാട്ട്? ദിസ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് കോസസ് internal stresses in the body. Okay, it causes what? It causes internal stresses in our body. Okay, and we can say that the body is in equilibrium. Okay, body is in equilibrium. Okay, the body is in equilibrium under the action of our external forces and the internal stresses developed in our body. And so system of force വരുന്നു, അതിനെ internal stress വെച്ച് ആ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നു. സോ ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഫിഗർ എന്താണ്? ദിസ് ഇലാസ്റ്റിക് ബോഡി സബ്ജക്റ്റഡ് ടു ഫോഴ്സസ് ആൻഡ് വി ക്യാൻ സീ ദ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. വി ആർ ഇമാജിനിങ്
a virtual displacement. Okay, and what is this virtual displacement? Which means this displacement is caused due to some hypothetical force system or imaginary force system cause ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എന്ത് പറയാ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ടേം പറയാണ് dw theta. What is dw theta? It is the virtual work of the external forces acting on our element. Okay, virtual work of which forces? Of the external forces. Okay, so നമുക്ക് ഈ ഒരു ബോഡി ഡിഫോമബിൾ ബോഡിയാണ് അല്ലേ. സോ ഡിഫോമബിൾ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇലാസ്റ്റിക് ബോഡി. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ along with that virtual displacement what happens? Some virtual deformations also occurs. Virtual deformations. What is virtual deformation? Virtual deformation or strain is occurring in our deformable body. So നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് രണ്ട് ഫോമായിട്ട് മാറും. ഓക്കെ, നമ്മുടെ എക്സ്റ്റേണൽ വർക്ക്, ഓക്കെ, നമ്മുടെ എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ടു ടു കമ്പോണൻസ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് വെർച്വൽ വർക്ക് DWR. ആൻഡ് ദാറ്റ് വാട്ട് ഈസ് DWR? നമ്മൾ എലമെൻറ്റിനെ ഒരു റിജിഡ് ബോഡി ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. സോ എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് ആ റിജിഡ് ബോഡിയിലുള്ള വർക്ക്. ഓക്കെ, സോ DWR. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താണ്? DWI. വാട്ട് ഈസ് DWI? DWI ദ വെർച്വൽ വർക്ക് ഓഫ് ഡിഫോർമേഷൻ ഓഫ് ദ എലമെന്റ്. നമ്മുടെ വെർച്വൽ വർക്ക് റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, പിന്നെ നമ്മൾ ആ എലമെന്റിനുണ്ടാകുന്ന ഡിഫോർമേഷനിലുള്ള വെർച്വൽ വർക്ക്. സോ നമ്മൾ വെർച്വൽ വർക്കിനെ ഇങ്ങനെ രണ്ട് സമ്മായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഈ DWIനെ നമുക്ക് വെർച്വൽ സ്ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം, വെർച്വൽ സ്ട്രെയിൻ എനർജി ഓഫ് എലമെന്റ് എന്ന് വേണമെങ്കിലും പറയാം. സോ DWI ക്യാൻ ബി ടേക്കൺ ആസ് വെർച്വൽ സ്ട്രെയിൻ എനർജി. സോ നമ്മൾ ടോട്ടൽ എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിനെ രണ്ട് കമ്പോണൻസ് ആക്കുന്നു. ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ബോഡിയെ റിജിഡ് ബോഡിയായിട്ട് അസ്യൂം ചെയ്ത് അവിടെ ഉണ്ടാവുന്ന വർക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്റേണൽ വർക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വെർച്വൽ വർക്ക് ഓഫ് ഡിഫോർമേഷൻ ഓഫ് ദ എലമെന്റ്, ഓർ ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ഈസ് ദ സ്ട്രെയിൻ എനർജി ഓഫ് ദ എലമെന്റ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു dw theta is equal to dwi plus dwr, right? സോ ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് ഫോർ റിജിഡ് ബോഡീസ് പറഞ്ഞപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ഫോർ റിജിഡ് ബോഡീസ് വെർച്വൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. സോ DWR ഇസ് ഈക്വൽ ടു 0 ഫോർ റിജിഡ് ബോഡീസ്. ഓക്കെ, ആൻഡ് if that is 0, we can say that our dw theta, the virtual work of external forces acting on the element, that is equal to what? DWI. Okay, dw is what? The virtual work of deformation of the element. So നമുക്ക് ഈ ഒരു ഇക്വേഷനെ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? W theta is equal to WI എന്ന് കിട്ടും. What is W theta? W theta is the total virtual work done by the force system. It is the total virtual work done by the force system. And what is WI? WI represents the internal virtual strain energy of the entire body.
internal virtual strain energy of the entire body. Okay, so നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് പറയാം, ദിസ് ഇക്വേഷനെ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറയാൻ സാധിക്കും. നമുക്കിതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാം. ഇഫ് എ ഡിഫോമബിൾ ബോഡി in equilibrium under a system of forces is given virtual deformation the virtual work done by the system of forces is equal to internal virtual work done by the stresses due to that system of forces. Okay, so ഇതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഡിഫോമബിൾ ബോഡിയാണ്. ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതല്ല അല്ലേ, അണ്ടർ സിസ്റ്റം ഓഫ് ഫോഴ്സസ് നമ്മൾ P1 P2 P3 എന്ന് പറയുന്ന ഫോഴ്സസ് അപ്ലൈ ചെയ്യുമ്പോൾ ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു വെർച്വൽ ഡിഫോർമേഷൻ. സോ ദ വെർച്വൽ വർക്ക് ഡൺ ബൈ സിസ്റ്റം ഓഫ് ഫോഴ്സസ്, ദാറ്റ് ഈസ് the system of forces into corresponding virtual deformation, then that is equal to what? Internal virtual work done by the stresses that are developed due to that system of forces. Okay, so our principle of virtual work ennu parayunnathu actually it is free from systems that are causing deformation. So നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? നമുക്ക് all deformations കണ്ടുപിടിക്കാൻ അപ്ലൈ ചെയ്യാം. Deformations due to loads and the deformation due to temperature and the deformation due to settlement of support, okay, and the deformation due to lack of fit. Okay, so ഇതിനൊക്കെ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ, ഡിഫോർമേഷൻ ഡ്യൂ ടു ലോഡ്സ്, ടെമ്പറേച്ചർ, സെറ്റിൽമെന്റ്, ലാക്ക് ഓഫ് ഫിറ്റ് എക്സെട്ര കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എല്ലാ ഇലാസ്റ്റിക് മെറ്റീരിയലിലും വാലിഡ് ആയിരിക്കും. ഓക്കെ, സോ വെദർ ഇറ്റ് ഈസ് ലീനിയർ ഓർ നോൺ ലീനിയർ, ലീനിയർ ഇലാസ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ നോൺ ലീനിയർ ഇലാസ്റ്റിക് ആണെങ്കിലും നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഡിഫോർമേഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ.